ഹേ ഗായ്സ്, ഇറ്റ്സ് മീ ഭാമ ഹിയർ. അപ്പോൾ ഇന്നെൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ഉണ്ടല്ലോ. എൻ്റെ സ്കൂളിലെ പരീക്ഷയൊക്കെ കഴിഞ്ഞ് ഞാൻ ആകെ ഫ്രീ ആയ 2 ദിവസത്തിലെ ഒരു ദിവസമാണിത്. രാവിലെ എഴുന്നേറ്റ് വന്നത് 8:45 സത്യം പറഞ്ഞാൽ ഈ ശനിയും ഞായറും കരാട്ടെ ഉള്ളത് കാരണം കുറേ നാളായി രാവിലെ ഇത്രയും നേരം കിടന്നുറങ്ങിയിട്ട്. അങ്ങനെ രാവിലെ എഴുന്നേറ്റ് പല്ലേക്കാൻ നോക്കുമ്പോഴുള്ള കഷ്ടപ്പാടാണിത്. വേറെ പേസ്റ്റ് ഇല്ലാത്തതുകൊണ്ടൊന്നുമല്ല, അത് പോയി എടുക്കാനുള്ള മടി കൊണ്ടാണ് ഈ കിടന്ന് കഷ്ടപ്പെടുന്നത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് മുടിയൊക്കെ ഒന്ന് കെട്ടി വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ടീപ്പോയി ഒന്ന് വൃത്തിയാക്കിയിടാമെന്ന് വിചാരിച്ചു. ഈ കാണുന്ന ബുക്ക് എല്ലാം എൻ്റെയും ചേച്ചിയുടെയും മാത്രമാണ്. ഞങ്ങൾക്ക് 2 പേർക്കും പരീക്ഷ ആയത് കാരണം ഞങ്ങൾ ഹോളിലിരുന്നാണ് പഠിക്കാറ്. അതാണ് ഇത്രയും ബുക്സ് ഇവിടെ വന്നത്. അങ്ങനെ അവിടെ നിന്ന് ബുക്കെല്ലാം എടുത്ത് ഞാൻ എൻ്റെ മുറിയുടെ വാതിൽക്ക് കൊണ്ടുവന്ന് വെച്ചു. അതിൻ്റെ കാരണം ഞാൻ പതുക്കെ പറയാം. എന്നിട്ട് ഞാനൊരു കാപ്പി കുടിക്കാമെന്ന് വിചാരിച്ചു. ഒരു കപ്പിൽ കുറച്ച് കാപ്പിപ്പൊടിയും കുറച്ച് പഞ്ചസാരയും കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ഒരു മിൽക്ക് ഫ്രോസ്റ്റർ വെച്ച് ബീറ്റ് ചെയ്ത് അതിനകത്തേക്ക് കുറച്ച് പാലും കൂടെ ഒഴിച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളി കാപ്പി റെഡിയായി. എനിക്ക് കാപ്പി ഇഷ്ടമാണെങ്കിലും ഞാൻ എല്ലാ ദിവസമൊന്നും കാപ്പി കുടിക്കാറില്ല. ഒരു 2 ആഴ്ച കൂടുന്തോറും 1-2 തവണയൊക്കെ കുടിക്കാറുള്ളൂ. പിന്നെ അന്നേരം എനിക്ക് നന്നായിട്ടുണ്ടാക്കണം. പിന്നെ കാപ്പിയൊക്കെ കുടിച്ച് ഞാൻ എൻ്റെ മുറിയിലേക്ക് ചെന്നപ്പോൾ ഞാൻ കണ്ട കാഴ്ച കണ്ട് എനിക്കങ്ങോട്ട് സന്തോഷമായി. കാരണം ആകെപ്പാട് ഒരു ദിവസം അവധി കിട്ടിയത് റെസ്റ്റ് എടുക്കാണ്ട് ക്ലീൻ ചെയ്ത് കളയേണ്ടി വരുമല്ലോ എന്ന് വിചാരിച്ച്. പിന്നെ ബുക്കെല്ലാം റൂമിൻ്റെ പുറത്ത് വെച്ച് എൻ്റെ കാരണം മനസ്സിലായില്ലേ. ഇനി ഇതൊന്ന് വൃത്തിയാക്കിയിട്ട് വേണം അതെല്ലാം ഇതിനകത്തേക്ക് കയറ്റാൻ. ഒരു 2 മാസമായി ഞാൻ തപ്പിക്കൊണ്ട് കിടന്ന സാധനമാണിത്. അങ്ങനെ അവസാനം ഇന്ന് ഇതെനിക്ക് കിട്ടി. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ഒരു കാലി മസ്കാരയുടെ ബോട്ടിൽ കിട്ടിയപ്പോൾ ഞാൻ അതിൻ്റെ പുറകെ പോയി. ആ മസ്കാരയുടെ ബോട്ടിലൊന്ന് ക്ലീൻ ചെയ്തെടുക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ ലക്ഷ്യം. ക്ലീൻ ചെയ്തിട്ട് ഇപ്പം എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ക്ലീൻ ചെയ്തിട്ട് ആലോചിക്കാം. പിന്നെ ഉച്ചയായപ്പോഴത്തേക്കും ഒരുമാതിരി റൂമൊക്കെ വൃത്തിയായി. പക്ഷെ എന്നാലും കബോർഡൊക്കെ ഇനിയും വൃത്തിയാക്കാൻ കിടക്കണേ ഉള്ളൂ. അപ്പോഴത്തേക്കും എനിക്ക് നന്നായിട്ട് വിശക്കാൻ തുടങ്ങിയത് കാരണം ഞാൻ ഒരു ഉരുളക്കിഴങ്ങ് ഫ്രൈ ചെയ്ത് ചോറുണ്ടു. അപ്പോഴത്തേക്കും സമയം 4 മണിയായി. പിന്നെ ചായക്കുണ്ടായിരുന്ന ഒരു സുഖിയനോടെ ഞാൻ എടുത്ത് കഴിച്ചു. പിന്നെ ഞാനൊരു ജേർണൽ ചെയ്താലോ എന്ന് ആലോചിച്ചു. പക്ഷെ പിന്നെ ഞാൻ വിചാരിച്ചു ഒരു ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള ജേർണൽ ചെയ്യാമെന്ന്. പിന്നെ ആ ചെയ്ത സ്ഥലം മൊത്തം വൃത്തിയാക്കിയിടണ്ടേ. അങ്ങനെ അതൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും സമയം ഒരു 5:30-5:45.
ഞാൻ മുറിയിൽ നിന്ന് ഇറങ്ങിയപ്പോഴാണ് ഓർത്തെ ഇത് ചേച്ചിയെ കാണിച്ചില്ലല്ലോ എന്ന്. അങ്ങനെ വേഗം അതെടുത്ത് ചേച്ചിയെ കൊണ്ട് കാണിച്ചു കൊടുത്തു. ആഹാ, സന്തോഷമായിരിക്കണം. പിന്നെ ഞാൻ പെട്ടെന്ന് പോയി കുളിച്ചിട്ട് വന്ന് ശോഭയോടൊപ്പം കുറച്ചു നേരം കളിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാനിപ്പോൾ തപ്പണത് എൻ്റെ കൈകുട്ടിക്കളിയുടെ കോലാണ്. കഴിഞ്ഞ ദിവസം രാത്രി ഒരു കോലെടുത്ത് ഞാൻ ചേച്ചി എറിഞ്ഞു, മറ്റേ കോലെടുത്ത് ചേച്ചി എന്നെ എറിഞ്ഞു. ഇപ്പോൾ 2 കോലും കാണാനില്ല. എൻ്റെ ഒരു നിഗമനത്തിൽ അത് അവിടെ ഉണ്ടാവുന്നതാണ്. അങ്ങനെ എൻ്റെ നിഗമനം 100% ശരിയായിരുന്നു. കോല് വാർക്കപ്പുറത്ത് കിടക്കണ്ടായിരുന്നു, പക്ഷെ അപ്പോഴും ഒരെണ്ണോടെയും കിട്ടാനുണ്ട്. അതൊക്കെ തപ്പിയെടുത്ത് ഞാൻ താഴെ വന്ന് ഒരു സുഖിയനും ഒരു പഴംപൊരിയോടെയും കഴിച്ചു. പിന്നെ വീണ്ടും മുറിയിലേക്ക് പോയി ഷെൽഫ് ഒന്ന് അടുക്കി വയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇനി കുറച്ച് നേരം അത് കാണാം. ഷെൽഫിൻ്റെ മുകളിലത്തെ 2 തട്ടും വൃത്തിയാക്കിയെങ്കിലും താഴത്തെ ഒരു തട്ട് ഇപ്പോഴും വൃത്തിയാക്കാൻ കിടക്കുവാണ്. അതിന് പിന്നെ ഒരു ദിവസം ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇന്നത്തെ റൂമിലെ പണിയൊക്കെ മതിയാക്കി ഞാൻ എൻ്റെ ക്രോഷ്യ നീഡിൽ എടുത്തുകൊണ്ട് വന്നു. സത്യം പറഞ്ഞാൽ ക്രോഷ്യ ചെയ്ത് തുടങ്ങുമ്പോൾ എന്ത് ചെയ്യണമെന്ന് വലിയ ഐഡിയ ഒന്നും ഉണ്ടായില്ല. പക്ഷേ ഞാൻ കയ്യിലെടുത്തപ്പോഴത്തേക്കും കൈകൊട്ടിക്കളിക്ക് പോവാറായി. അങ്ങനെ അവിടെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ളൊരു ചേച്ചിയുടെ ചെണ്ടയുടെ അരങ്ങേറ്റമായത് കാരണം ഞങ്ങളൊരു ചെറിയ ഗിഫ്റ്റ് കൊടുത്തു. ഒരു ചുരിദാറിൻ്റെ സെറ്റായിരുന്നു അത്. അങ്ങനെ തിരിച്ച് വീട്ടിൽ വന്ന് കുറച്ച് പാലും ചോക്കോസും കഴിച്ചു. പിന്നെ നേരത്തെ എന്തായാലും ഞാൻ കയ്യിലെടുത്തതല്ലേന്ന് വിചാരിച്ച് ഞാനൊരു ചെറിയ ക്രോഷ്യ പ്രൊജക്റ്റ് ചെയ്തു. ഒരു ചെറിയ തൊപ്പി. സത്യത്തിൽ ഒരന്തവും കുന്തവും ഇല്ലാണ്ട് ഒരു മാജിക് റിങ്ങി തുടങ്ങിയ സാധനം ഇവിടം വരെ ഞാൻ എത്തിച്ചു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു പൈപ്പ് ക്ലീനർ ബൊക്കയുടെ ഓർഡർ ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ അത് പിറ്റേന്ന് കൊടുക്കാനുള്ള സാധനമാണ്. അതാണ് ഈ രാത്രി 12 മണിക്ക് ഇരുന്ന് ചുറ്റിക്കൊണ്ടിരിക്കണം. ഞാനും ചേച്ചിയും കൂടെ ചേർന്നാണ് ഇത് ചെയ്തത്. സത്യത്തിൽ ചേച്ചിയാണ് കൂടുതലും ചെയ്തത്. അങ്ങനെ ഇതാണ് നമ്മുടെ ബൊക്കയുടെ ഫൈനൽ റിസൾട്ട്. പിന്നെ അതിൻ്റെ ഒപ്പം ചെയ്ത വേറൊരു ബൊക്കയാണിത്. അങ്ങനെ ഇതൊക്കെ തീർത്തപ്പോഴത്തേക്കും സമയം 12:30. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.